വയനാട്ടിലെ ചൂര്യന്മാരെയും തൊട്ടടുത്ത പ്രദേശത്തേക്ക് ഉണ്ടായത് ഒരുപക്ഷെ കേരളം കണ്ടതിൽ ഏറ്റവും വലിയൊരു പ്രത്യാഘാതമുണ്ടായ ദുരന്തമാണ്. ഇതിനെ ഒറ്റക്കെട്ടായി നേരിടുക എന്നുള്ളത് അവർക്ക് വേണ്ട സഹായങ്ങൾ, രക്ഷപ്പെട്ടവർ ദുരന്തം അതിജീവിച്ചവരെ രക്ഷപ്പെടുത്താനുള്ള സഹായങ്ങൾ ഊർജിതപ്പെടുത്തണം. അതുപോലെ തന്നെ മൺമറഞ്ഞു പോയവർ ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ, അത് എന്താണോ നമുക്ക് ചെയ്യാൻ കഴിയുക ആ കാര്യങ്ങൾ, സൈന്യത്തിൻ്റെ സേവനം അടക്കമുള്ള കാര്യങ്ങളിൽ ഒക്കെ ഗവൺമെൻറ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത്. നിരന്തരം ഞങ്ങൾ മുഖ്യമന്ത്രിയായിട്ടും അതുപോലെ തന്നെ ബാക്കി ഉദ്യോഗസ്ഥന്മാരായിട്ടും മന്ത്രിമാരായിട്ടും ഒക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നും ഇപ്പോൾ ചെയ്യാനില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഈ വന്ന വലിയ ദുരന്തത്തെ വിവരിക്കുക മാത്രമേ ഉള്ളൂ. കാണാൻ പോലും വയ്യാത്ത നിലയിലാണ് ബോഡിയൊക്കെ ഉള്ളത്. പലതും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ആ ഒരു തയ്യാറിലാണ് ഇവിടെ ഈ ഹോസ്പിറ്റലിൻ്റെ മുമ്പിലൊക്കെ. വല്ലാത്ത ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം തന്നെയാണ്. യാതൊരു സംശയവുമില്ല. ആരവിച്ചു പോകുന്ന സ്ഥിതിയാണ് ഇവിടെ വന്നത്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.